ഒപ്പോ ഇതെന്തോ വണ്ടി വീണ് കിടക്കണം. എൻ്റെ അമ്മ, വണ്ടി വളച്ചതാ? പാർക്ക് ചെയ്തത്. അയ്യോ, ഇവിടെ ഓട കണ്ടില്ലായിരുന്നു. ആർക്കൊന്നും പറ്റിയില്ലോ. എൻ്റെ അമ്മ, എവിടെയുള്ള വണ്ടി ഇത്? KL01 ട്രിവാൻഡ്രം തന്നെ. ഓക്കെ, പോകുന്ന സമയം ബാബാ. ഫസ്റ്റ് ഓർഡർ അടിച്ച് 10-15 മിനിറ്റായി, ലേറ്റായിക്കൊണ്ടിരിക്കുകയാണ്. പോട്ടാ, ബൈ സി യു. ടാറ്റാ ബൈ സി യു. ടാറ്റാ ബൈ സി യു. പോയിട്ടാമേ. ഓക്കെ, എല്ലായിടത്തുണ്ട് പാഡ്സ്, ഫോൺ, ഹെഡ്ഫോൺ, റെയിൻകോട്ട് കുടിക്കാനുള്ള ഉള്ള എല്ലാ അടുത്തുണ്ട്. ഇപ്പോൾ ഡേ വ്ളോഗ് ചെയ്ത് കുറേ ദിവസമായി. അപ്പോൾ ഇന്ന് പകലാണ് വ്ളോഗ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഓർഡർ അടിച്ച് 10-15 മിനിറ്റ് ലേറ്റായിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പോകുന്ന റെസ്റ്റോറൻറ്റ് ലാമിയാണ്, പൂജപ്പുര. അങ്ങനെ ലാമിയ റെസ്റ്റോറൻറ്റ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഡിലേ ആയല്ലോ, കസ്റ്റമറിലും പറയാമെന്തോ. മിസ്റ്റേക്ക് നമ്മളെ ഭാഗത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. എനിക്കറിയാം എത്ര പെട്ടെന്ന് ഓർഡർ അടിക്കുമെന്ന്. 9887 ചിക്കൻ ബിരിയാണി, ചിക്കൻ കറി ബിരിയാണി. ഓക്കെ, നമ്മൾ ഐശ്വര്യമായിട്ട് ഫസ്റ്റ് ഓർഡർ പിക്ക്ഡ് കോട്ട് പിക്ക്ഡ്. ഓക്കെ, സൂപ്പർ. ഓക്കെ, നമ്മൾ ഐശ്വര്യമായിട്ട് ഫസ്റ്റ് ഓർഡർ കൈപ്പറ്റി കഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ പേരൂർക്കോട്ടയാണ്. ഇവിടെ നിന്ന് 7.3 കിലോമീറ്റർ ദൂരമുണ്ട്. കൊണ്ടുപോകുന്ന ഐറ്റം ചിക്കൻ ബിരിയാണി ആൻഡ് ചിക്കൻ കിഴി ബിരിയാണിയാണ്. അതായത് 15:35 ഓർഡർ അടിച്ചായിരുന്നു. ഞാൻ പിക്ക് ചെയ്തപ്പോൾ 15 മിനിറ്റ് ലേറ്റായി. ലേറ്റാവാൻ പാടില്ല. അങ്ങനെ കസ്റ്റമറിന് എപ്പോഴും കറക്റ്റ് ടൈം ഫുഡ് എത്തിക്കണം. അതെൻ്റെ ഏറ്റവും വലിയൊരു കാര്യമാണ്. സാറ് 11 മണിക്ക് ഓൺ ചെയ്താൽ 12 മണിക്ക് ഓർഡർ അടിക്കില്ല. എൻ്റെ വീട്ടിൽ നിൽക്കാൻ നേരത്തെ ഞാൻ എന്ത് ചെയ്ത് ആ സമയത്ത് കുളിക്കാൻ പോയിട്ട് വന്നപ്പോൾ ഓർഡർ ചെയ്ത് നിൽക്കുകയായിരുന്നു. അപ്പോഴത്തേക്ക് ഓടിപ്പോയി കാപ്പ് കുടിച്ച് ഡ്രസ്സൊക്കെ ചെയ്ത് ഇറങ്ങിയപ്പോൾ കറക്റ്റ് മണി ഒരു 11:50 പിന്നെ ഇവിടെ നിന്ന് ഓർഡർ എടുത്തപ്പോൾ 11:58 പക്ഷെ എന്ത് ചെയ്യാൻ? ശരി, കുഴപ്പമില്ല. കസ്റ്റമർ ഒന്ന് വിചാരിക്കണം തോന്നുന്നു. റെസ്റ്റോറൻറ്റ് ഡിലേ ആക്കി കുഴപ്പമില്ല, വിഷയമേ ഇല്ല. പക്ഷെ നമ്മൾ ഡിലേ ആക്കും പ്രശ്നമാകും. അതും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളെ ഭാഗത്ത് മിസ്റ്റേക്ക് നമ്മൾ തന്നെ സോറി പറഞ്ഞാൽ പറ്റതൊക്കെ. ഒരു വെപ്രാളം പിടിച്ച് വൈബായി പോയിട്ടാ. അപ്പോൾ ഇതിൻ്റെ ഡേറ്റ് എന്ന് പറയുന്നത് 8/9/2024 ഞായറാഴ്ചയാണ്. മണി ഇപ്പോൾ കറക്റ്റ് 12 മണി ആയിട്ടുണ്ട്. നമുക്ക് ഇതുവഴി പോകാം. പേരൂർക്കോട്ട പോകണം അല്ലേ? പേരൂർക്കോട്ട പോകണമെങ്കിൽ നേരെ വഴുതക്കാട് പോയിട്ട് പോകാം, അല്ലെന്നുണ്ടെങ്കിൽ ശാസ്ത്രമംഗലം കയറി പോകാം. നേരെ പോകാം അല്ലേ? അപ്പോൾ ജീവിതത്തിൽ എന്ത് കഷ്ടം വന്നാലും നഷ്ടം വന്നാലും ഓരോ നിമിഷവും ലൈഫ് അടിച്ച് പൊളിക്കണം. കാരണം ഒരൊറ്റ ലൈഫേ ഉള്ളൂ. ടെമ്പോ ട്രാവലാണ് കയറി വരണം. അപ്പോൾ ലൈഫ് അടിച്ച് പൊളിക്കണം ഗായ്സ്. കമോൺ ഗായ്സ്, കട്ടാക്കി നിൽക്കണം അല്ലേ? വാ ഇനി വിജയം കേട്ടോ. അപ്പോൾ ലൈഫ് അടിച്ച് പൊളിക്കണം ഗായ്സ്. കമോൺ ഗായ്സ്, കട്ടാക്കി നിൽക്കണം. പറ. ഇപ്പം ഞാൻ വാണി മോളുമായിട്ട് ഇന്നലെ പോയി ഗോട്ട സിനിമ കണ്ടായിരുന്നു. കൊള്ളാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ആദ്യം കുറേ പേരത്തൊക്കെ പറഞ്ഞു ഇത് നെഗറ്റീവ് റിവ്യൂ ആയിട്ടൊക്കെ. പടം പോരാ, ഭയങ്കര ലാഗിങ് ആണെന്നൊക്കെ. ലാഗിങ് ഉണ്ട്, പക്ഷേ വലിയ ഇഷ്യൂ ഇല്ല. അത് പടം കണ്ടോണ്ടിരിക്കുക, വലിയ കുഴപ്പമില്ല. ഫാമിലി പടമാണ്, നല്ല രസമുണ്ട് കണ്ടോണ്ടിരിക്കുക. ഫാമിലി ആൾക്കാർ നല്ല കണക്ട് ആവട്ടെ ചില കാര്യങ്ങളൊക്കെ. ആ ലാഗിങ് എന്ന് പറയാൻ മെയിൻ കാരണം ആ സീൻസ് ആണ്. നമ്മൾ കുറേ സിനിമയിൽ ഇതുപോലെ സീൻ കുറേ കണ്ടുണ്ട്. അപ്പോൾ ആ സീൻ റിപ്പീറ്റ് കാണുമ്പോൾ ഒരു എന്ത് പറയാം, ഇതിങ്ങനെ പോകുമെന്ന് അറിയാം. ആ ഒരു ലാഗിയാണ് പ്രശ്നം മെയിനായിട്ട്. പിന്നെ ചില ഓഡിയൻസിൽ കണക്ട് ആകില്ല. അങ്ങനെ ആകുമ്പോൾ ഇഷ്ടപ്പെടാതിരിക്കും ചാൻസ് ഉണ്ട്, ഉറപ്പാണ്. എന്തായാലും എനിക്ക് ഈ പടം കണക്ട് ആകുന്നുണ്ട്. കാരണം എനിക്ക് ഫാമിലി ഉണ്ട്, എനിക്കൊരു മോളുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ ആ ഒരു പടത്തിലുള്ള സീൻസ് കാണുമ്പോൾ എനിക്ക് കണക്ട് ആവുന്നുണ്ട്. ലിയോ, ബീസ്റ്റ്, വാരിസ് ഈ 3 പടത്തിനേക്കാൾ ഈ പടം എത്രയോ കൊള്ളാം. ഓക്കെ, ഇതാണ് എൻ്റെ റിവ്യൂ. ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടു. ഈ ഗോട്ട് സിനിമയിൽ ഏറ്റവും വലിയ നെഗറ്റീവ് ആണെന്ന് പറയുമ്പോൾ ഫ്ലാഷ് ബാക്ക് സീനിൽ വിജയ് കൊച്ചു പയ്യനായിട്ട് വരും. ഒരു 18-17 വയസ്സ് പയ്യനായിട്ട്. ആ വിജയ് വന്നിട്ട് ഭയങ്കര മോശം. അതായത് എന്ത് പറയാം, അത് കറക്റ്റ് അറിയാൻ പറ്റും ആണെന്നുള്ളത്. അപ്പോൾ അതുപോലത്തെ എഡിറ്റിംഗ് ഒക്കെ മൊബൈൽ ഫോണിൽ തന്നെ യൂസ് ചെയ്യാൻ പറ്റും നമുക്ക് തന്നെ. അതുപോലെ ഇരിക്കുന്നു. ആ ഒരു സീൻ കണ്ടപ്പോൾ മാത്രം വശമായിപ്പോയി. കാരണം ഇത്രയും പൈസ മുടക്കി ഇത്രയും റെഡിയാക്കിയിട്ട് ഒരു ചെറിയൊരു കാര്യം ഇവിടെ മിസ്സായി കളഞ്ഞല്ലോ. അതിനെ വലിയ നെഗറ്റീവായിട്ട് പറയേണ്ടതിൽ. ഓക്കെ, ലൊക്കേഷൻ എത്താറായി. ഇവിടെ ലെഫ്റ്റ് തന്നെ. ഓക്കെ, ഇവിടെ തന്നെ കാണിക്കുന്നത്. കസ്റ്റമർ എല്ലാം പറയുമോ? ഇത് വീടാണ്, ഇത് തന്നെ സംഭവം. COD ആണ്, എമൗണ്ട് വലുതാണ്. ഇവിടെ തന്നെ. ഓക്കെ 816 ക്യാഷ് ഗൂഗിൾ പേ ആണ്. ഓക്കെ ശരിയാണ്. ഓക്കെ, നമ്മളങ്ങനെ ഫസ്റ്റ് ഓർഡർ ഐശ്വര്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. COD ആണ് സംഭവം, കുഴപ്പമില്ല. ഗൂഗിൾ പേ ചെയ്ത് ഇഷ്ടപ്പെട്ട്, ഇല്ലെങ്കിൽ പൈസ അടക്കേണ്ടി വരും. പൈസ അക്കൗണ്ടിൽ കുറവാണ്. ഓക്കെ, ഓർഡർ ഡെലിവർ. ഫോൺ ഇവിടെ വയ്ക്കണോ അതോ പോക്കറ്റ് വയ്ക്കണോ? നമ്മൾ ഫോൺ ഫുൾ ടൈം ഹോൾഡർ വയ്ക്കില്ല, മാപ്പ് നോക്കാൻ വേണ്ടി മാത്രം. അതായത് ലൊക്കേഷൻ എത്തി മുമ്പായിട്ട് അത്ര തന്നെ 500 മീറ്റർ മുമ്പായിട്ട് നോക്കും. കാരണം മാപ്പ് നോക്കാതെ കസ്റ്റമർ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ പറ്റില്ല, അറിയാലോ. അപ്പോൾ ഇന്നത്തെ കാലാവസ്ഥ നല്ല വെയിലാണ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 65-40 പൈസയാണ്. മണി ഇപ്പോൾ കറക്റ്റ് 12 കാലമായിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ നേരെ പോകുന്നത് പേരൂർക്കോട്ടയാണ്. അവിടെ ഇപ്പോൾ 5 മിനിറ്റ് നിന്ന് നോക്കാം. ഓർഡർ വെച്ചെങ്കിൽ സ്ഥലം മാറ്റിക്കളയാം. സംസം YMR നന്ദൻകോട് പോകണം. ഓക്കെ, പോയല്ലോ. വലിയ ഓർഡറിന് കുഴപ്പമില്ല. ഓരോ ഓർഡറിന് പേയ്മെൻറ്റ് 60, 70, 80 ആ ലെവൽ കിട്ടിക്കഴിഞ്ഞാൽ സൂപ്പറാണ്. ഒരു 6-7 ഓർഡർ എടുത്താൽ മതി. ഇന്നത്തെ സാലറി ആവും. നമ്മളിങ്ങനെ സംസം YMR എത്തിയിട്ടുണ്ട്. റിച്ച് ലൊക്കേഷൻ റെഡിയായി. പോയെടുക്കാം. ഓർഡർ പിക്ക്ഡ്.
ഇപ്പോൾ രണ്ടാമത്തെ ഓർഡർ ഐശ്വര്യമായിട്ട് കൈപ്പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ ശ്രീകാര്യമാണ്, ചാവടിമുക്ക്. ഇവിടെ കറക്റ്റ് 8.2 കിലോമീറ്റർ ദൂരമുണ്ട്. കൊണ്ടുപോകുന്ന ഐറ്റം ബ്ലോക്ക് ബസ്റ്റർ ഷവായാണ്. ഇപ്പോൾ മണി ഇപ്പോൾ കറക്റ്റ് 12:30 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇന്ന് നല്ല ഓർഡർ ചെറപറ അടിക്കുകയാണ്, കുഴപ്പമൊന്നുമില്ല, കൊള്ളാം. അപ്പോൾ ഇതുപോലെ ഇന്ന് വൈകിട്ട് രാത്രി നല്ല ഓർഡർ അടിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 1500 രൂപ സമ്പാദിക്കാൻ പറ്റും. എനിക്ക് 1500 വേണ്ട, 1200 മതി. അത്രയും കിട്ടിയ വലിയ കാര്യം. നമുക്ക് ആവശ്യപ്പെട്ടത് ആഗ്രഹിച്ചാൽ മതി, അതാണ് എൻ്റെ പോളിസി. നമ്മൾ കൂടുതൽ ആഗ്രഹിച്ച് കുറച്ച് കെട്ടി വിഷമായി പോകും. അതിനേക്കാൾ നമ്മൾ കുറച്ച് ആഗ്രഹിച്ച് കൂടുതൽ കിട്ടി കഴിഞ്ഞാൽ സന്തോഷമായിരിക്കും. ഇതാണ് എൻ്റെ മെസ്സേജ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആവശ്യപ്പെട്ടത് മാത്രം ആഗ്രഹിക്കുക. ചിലപ്പോൾ നമ്മൾ ഭാഗ്യത്തിന് അതിൽ കൂടുതൽ കിട്ടും. പ്ലാമോഡിൽ കട്ട ബ്ലോക്കാണല്ലോ. എന്ത് പറ്റി? ഞായറാഴ്ച ഇത്ര ബ്ലോക്കാണ് സാറ്? ഞായറാഴ്ച അധികം വണ്ടി കാണുമല്ലോ. സത്യം പറഞ്ഞാൽ സൊമാറ്റോ ബ്ലോഗിൽ വരെ പറയാമെന്ന് വിഷയം കേട്ടില്ല. കാരണം എല്ലാം ആൾറെഡി പറഞ്ഞു കഴിഞ്ഞ് ഇനി എന്ത് പറഞ്ഞാലും റിപ്പീറ്റ് ആവണുള്ളൂ. അതാണ് ഏറ്റവും വലിയ വിഷമമുള്ള കാര്യം. അല്ലെങ്കിൽ റൂട്ട് മാറ്റണം, ട്രിവാൻഡ്രം വിട്ട് വേറെ എങ്ങോട്ടും പിടിക്കണം. നോക്കട്ടെ, സൊമാറ്റോ ബ്ലോഗ് നേരെ മാറ്റി പിടിക്കാൻ പറ്റുന്ന നോട്ട്. ഓ KSRTC കാര്യം പറയുന്നത് നമ്മൾ ലെഫ്റ്റ് കയറാൻ പാടില്ലായിരുന്നു. കയറാമോ പയ്യ? ഇപ്പോൾ കയറിപ്പോവാം. ഇവിടെ ലെഫ്റ്റ് റൈറ്റ് അങ്ങനെയൊന്നുമില്ല, കയറിപ്പോവാം. ഗ്യാപ്പുള്ള സ്ഥലത്ത് കയറിപ്പോവാം. അത്രയാണ്. ട്രാഫിക് ജാമിൽ ഇതൊക്കെ നോക്കിയിട്ട് കാര്യമില്ല. 110 ഓക്കെ. അപ്പോൾ നേരെ പോകാം. വേറെ വിഷയമൊന്നുമില്ല, വേറെ ഒരു വിഷയമില്ല. നമ്മളങ്ങനെ ചാവടിപ്പൂ ജംഗ്ഷനിൽ ലെഫ്റ്റ് എടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നേരെ പോയി അവിടെ ജംഗ്ഷൻ പറ്റും, അവിടെ റൈറ്റ് എടുക്കണം. കല്ലറവിള ശ്രീ നാഗരികാവ്, ഇങ്ങോട്ടാണ് പോകേണ്ടത്. ഇനി മാപ്പ് നോക്കിയാലോ, ഒരു മിനിറ്റ്. ഞാനാണ് മാപ്പ്. അപ്പോൾ ഇവിടെ നിന്ന് 170 മീറ്റർ ദൂരമേ ഉള്ളൂ, അടുത്ത് തന്നെ നേരെ പോയാൽ മതി. 12 ഇവിടെയാണ് ഓർഡർ ചെയ്ത്. ഓക്കെ, വിളിച്ച് നോക്കാം. റീച്ച് ലൊക്കേഷൻ. ഓക്കെ, മുകളിലാണ് പോകേണ്ടത്. കസ്റ്റമർ വീട് ഇതുവഴി തന്നെ, അതുവഴി തന്നെ. ഗൂഗിൾ പേ അല്ലേ? ഓക്കെ, കിട്ടിയല്ലോ. ഓക്കെ, ശരി. ഓക്കെ, ഓർഡർ ഡെലിവറിഡ്. വാ, വണ്ടി ലുക്കല്ല, ഒരു രക്ഷയില്ല, സൂപ്പറാക്കി. അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 95 രൂപ 91 പൈസയാണ്. അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് പട്ടത്തോട്ടാണ്. ഇവിടുന്ന് ഒരു 6 കിലോമീറ്റർ ദൂരം കാണുമായിരിക്കും. പിന്നെ ഓണമൊക്കെ വരാൻ പോവുകയാണ്. അപ്പോൾ അടിച്ച് പൊളിക്കണം. അതിനുവേണ്ടി കുറച്ച് പൈസയൊക്കെ ആവശ്യമുണ്ട്. ആ പൈസയൊക്കെ പെട്ടെന്ന് കിട്ടി കൊള്ളായിരുന്നു. ഇതുപോലെ ഓർഡർ ചെയ്താൽ മതി, വേറെ വിഷയമില്ല അല്ലേ? എന്ത് ഗ്യാസ് എണ്ണ പയ്യെ പോകണം, പെട്ടെന്ന് പോകണം. പയ്യെ പോകുള്ളൂ, വെയിറ്റ് കൂടുതലല്ലേ. ചിന്ന ചിന്ന കൺകൾ തൊലകിരതോ. വാ, അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. സൂപ്പർ. പോരട്ടെ. മെജാബ് ബിരിയാണി. ഇതെവിടെ? അത് വലിയ ഓർഡർ ആണല്ലോ. ഡബിൾ ഓർഡറാ, ഡബിൾ പിക്കപ്പാണ്. ഒന്ന് ഇമ്പീരിയൽ കിച്ചണിൽ, ഒന്ന് മെജാബ് ബിരിയാണിയിൽ. ശരി, മാപ്പ് നോക്കട്ടെ എവിടെയാണ്. അപ്പോൾ ബാക്കിലോട്ടാണ് പോകേണ്ടത്. ഓക്കെ, ഇവിടെ നിന്ന് ലെഫ്റ്റാണ് പോകേണ്ടത്. എവിടെ പോകേണ്ടത്? അങ്ങോട്ടാ. ഇവിടെ നിന്ന് ഞാൻ പോയിട്ടേ ഇല്ല. എവിടെ പറഞ്ഞത് ലൊക്കേഷൻ? ഒരു പിടി കിട്ടണല്ലോ. ക്യാച്ചുകളിൽ മാപ്പേ എന്നെ നമ്പിയാണ് പോണത്. ഓക്കെ, കറക്റ്റ് കാണി. ഇനി ഇങ്ങോട്ട് പോകണം. പറ, ഇവിടെ നിന്ന് റൈറ്റാ? ശരി. ഇവിടെയൊക്കെ വഴി ഉണ്ടാ? എൻ്റെ ആണോ? ഇല്ലല്ലോ. അയ്യേ, ഇവിടെ വഴിയില്ലല്ലോ. അപ്പോൾ ഈ റൈറ്റ് അല്ല, അപ്പുറം റൈറ്റ് ആയിരിക്കും. വാ, ബാക്ക് പോവാം. മെഹറുബാ എങ്ക ഇരുക്ക മെഹറുബാ. ഓ, ഈ റൈറ്റ്. ഓക്കെ. ഇവിടെ നേരെ പോയി വളവും. ഇത് ഇവിടെ റെസ്റ്റോറൻ്റ് ഉണ്ട് ഇവിടെയൊക്കെ. ഈ മനസ്സിലാവുള്ള ടേക്ക് അവേ മാത്രമായിരിക്കും മിക്കവാറും. അതായിരിക്കും. അതാ വീട്ടിൽ തന്നെ പോകണം. ഇനി എൻ്റെ ആണ്, നേരെ പോയ വയലാണ്. ഇവിടെ എവിടെയാണ് പറഞ്ഞത്? ഇവിടെ തന്നെ കറക്റ്റ്. മെഹബ് ബിരിയാണി. ഓക്കെ, സുധീഷെത്തി, ലൊക്കേഷൻ എത്തി. മെഹജാബ് ബിരിയാണി. അത് കുഴപ്പമില്ല. ശരിയാ. ഓക്കെ, 2 ചിക്കൻ ദം ബിരിയാണി ഫുൾ 2. ഓക്കെ. ടാറ്റാ. ക്യൂട്ട് ബേബി. ഓക്കെ, ഓർഡർ പിക്ക്ഡ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പിക്ക് ഐശ്വര്യമായിട്ട് പിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത പോകേണ്ട ഇമ്പീരിയൽ കിച്ചനാണ്, വെൺപാലോട്ടാണ്. ഇവിടെ 7.7 കിലോമീറ്റർ ദൂരമുണ്ട്. പിക്കപ്പ് ലോങ് കണ്ട. എന്തായാലും കുഴപ്പമില്ല. നമ്മളിപ്പോൾ എടുത്ത പിക്കപ്പ് ഉണ്ടല്ലോ, ഇത് കൊടുക്കാൻ ഡെലിവറി എന്ന് പറയുന്നത് വെട്ടുകാടാണ്. അപ്പോൾ എന്തായാലും ഇമ്പീരിയൽ കിച്ചൻ അവിടുത്തെ ഓർഡർ എടുത്തിട്ട് നേരെ ഈ 2 ഓർഡർ ചേർത്ത് ഒരേ വഴിക്കായി പോകേണ്ടത്. അതാണ് ഇങ്ങനെ വന്നത്. മനസ്സിലായ? ഊഞ്ഞാൽ കാട്ടിയിട്ട് പോയാലോ? ഊഞ്ഞാലാടാൻ പെർമിഷൻ ഉണ്ടാ? വേണോ? വേണ്ടല്ലേ, വല്ലതും പറയോ ആരെങ്കിലും? ശരി, വേണ്ട. എന്തിനാ ആരെങ്കിലും കണ്ട് വഴക്ക് പറഞ്ഞാൽ തടി കാളവരെ വളർന്ന് ഊഞ്ഞാലാടണം ചോദിക്കുക ആരെങ്കിലും. വെറുതെ ആവശ്യമില്ല പ്രശ്നമാണെങ്കിൽ. നമ്മളായിരിക്കും കുഴപ്പമില്ല, നമുക്ക് ഊഞ്ഞാലാടാം. റോഡൊക്കെ സൂപ്പർ ഇട്ടാ, നല്ല വളഞ്ഞ് 6 ആക്ക് പോലൊക്കെ പോണ്. പിന്നെ അപ്സ് ഡൗൺസ് ഒക്കെ ഉണ്ട്. ആഹാ, വാ. ഇവിടെ നേരെ പോകേണ്ടത്? നേരെ തന്നെ. ഓക്കെ, നമ്മൾ തന്നെ ഇമ്പീരിയൽ കിച്ചൺ എത്തിയിട്ടുണ്ട്. ഇവിടെ റൈറ്റിലാണ് പോകേണ്ടത്. പയ്യെ ക്രോസ് ചെയ്ത് റെഡിയാ. വാ, പോയെടുക്കാം. സൂപ്പർ. 9626 ഇത് തന്നെ. അപ്പോൾ നമ്മൾ ആദ്യം പോകേണ്ട ലൊക്കേഷൻ ഇപ്പോൾ എടുത്ത ഓർഡറാണ്. ഇമ്പീരിയൽ കിച്ചൺ എടുത്ത ഓർഡറാണ്. 1.4 കിലോമീറ്റർ ദൂരമുണ്ട് പോകേണ്ട ലൊക്കേഷൻ അടുത്തിന് ഇവിടെ നിന്ന്. അപ്പോൾ കൊണ്ടുപോകുന്നതായിട്ട് ചിക്കൻ വറുത്തരച്ച കറി ആൻഡ് ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ്. മണി ഇപ്പോൾ കറക്റ്റ് 1.5 മണി ആയിട്ടുണ്ട്. 1.5 മണിക്കൂറിൽ 4 ഓർഡർ. കൊള്ളാലോ. 2 സെപ്പറേറ്റ് ഓർഡർ, ഒരു മൾട്ടി പിക്കപ്പ്, അങ്ങനെ മൊത്തം 4 ഓർഡർ ഇപ്പോൾ എടുത്തിട്ടുണ്ട് നമ്മളല്ലേ. ഇതുപോലെ ദിവസം ഓർഡർ അടിച്ചിരുന്നെങ്കിൽ എന്ത് വേണം അല്ലേ. റോയൽ ഡ്രൈവ് പ്രീ ഓൺഡ് ലക്സറി കാർസ്. ഇതാണ് ലൊക്കേഷൻ, ലാൻഡ്മാർക്ക്. ഇവിടെ നിന്ന് അകത്തോട്ട് പോയിട്ട് ഇങ്ങോട്ട് പോകണം. ഇങ്ങോട്ടൊക്കെ വഴി ഉണ്ടാ? വഴി കാണുമായിരിക്കും, പോയി നോക്കാം. വാ.
അയ്യോ എന്തോന്നത് ബമ്പ്. ചെറിയ മുടുക്കാണ് സുധീഷേ, നോക്കി പോകണം. കാരണം അങ്ങോട്ട് പോയിട്ട് വഴിയില്ലെന്നുണ്ടെങ്കിൽ വളയ്ക്കാൻ പാടാണ്. ആ വഴി ഉണ്ട് കേട്ടോ, കുഴപ്പമില്ല. വാ കയറാം. ബൈക്ക് പോകും സുഖമായിട്ട്. കാർ വേണമെങ്കിൽ പോകും, കുഴപ്പമൊന്നുമില്ല. കാറ് പാതിയായിട്ട് മുറിച്ചാൽ പോകും. ചുമ്മാ ചളുക്കാവുമ്പോൾ അടിക്കാൻ സുധീഷേ, ചിരിക്കാൻ പറ്റില്ല. 57 ഈ വീടിന് 9626 നമ്പർ നോക്ക്. അത് തന്നെ ഇവിടെയാണോ? ഓക്കെ താങ്ക് യു. ശരി ഓക്കെ. പോകുന്ന മണിയപ്പ് കാർട്ട് 1:35 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ വെട്ടുകാടാണ്. ഇവിടുന്ന് 5.1 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പോൾ പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഹൈവേ കയറണം. ഹൈവേ കയറിയിട്ട് പേട്ടയിലോ ചാക്ക ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് എടുത്ത് എയർപോർട്ട് റോഡ് കയറി നേരെ വെട്ടുകാട് പോകണം. ഓക്കെ, നമ്മൾ ചാക്കയിൽ നിന്ന് റൈറ്റ് കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോഴത്തെ കാലാവസ്ഥ കൊള്ളാം കേട്ടോ, വെയിലില്ല, നല്ല ക്ലൗഡി ആയിരിക്കണം കേട്ടോ. അടിപൊളി. ആഹാ, ഇങ്ങനെ ഇരുന്നാൽ മതി. 3 മണി വരെ നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യാം. നല്ല പാട്ടും പാടി കാറ്റും കൊണ്ട് സുഖമായിട്ട് വർക്ക് ചെയ്ത് പോകാം. നമ്മളങ്ങനെ ആൾ സയൻസ് കോളേജ് ജംഗ്ഷൻ എത്തിയിട്ടുണ്ട്. ഇവിടെ നേരെയാണ് പോകേണ്ടത്. നമ്മോട്ട് കുഴപ്പമില്ല, പെട്ടെന്ന് പോയിണ്ണ വന്നുകൊണ്ടിരിക്കുന്നത് തീരുന്നില്ല. ശരി ഓക്കെ. എപ്പോഴും ഡ്രൈവിങ്ങിന് ക്ഷമ വേണം. മറ്റുള്ളവർക്ക് വഴി കൊടുക്കാനുള്ള ക്ഷമ വേണം ആദ്യം, എങ്കിലേ നല്ല ഡ്രൈവർ ആകാൻ പറ്റുള്ളൂ. അത് ബൈക്കായാലും കാറായാലും സൈക്കിളായാലും. ഇവിടെ വണ്ടി നിർത്തിക്കോ, മാപ്പ് നോക്കാം. ബാ, ഒരു 80 മീറ്റർ ദൂരമുണ്ട് അടുത്തിന്. ഇവിടെയാണ് ലൊക്കേഷൻ വരുന്നത്. വിളിച്ചു നോക്കിയല്ലേ. ബാ, സൊമാറ്റോ ആണേ. ഞാൻ അവിടെ എത്തിയിട്ടുണ്ട്. സ്മാർട്ട് സ്മൈൽ അവിടെ നിൽക്കുകയാണ്. ഗേറ്റ് തുറന്നിട്ട് സിറ്റ് ഔട്ടിൽ വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. ബാ, വെച്ചിട്ട് പട്ടിയൊന്നുമില്ലല്ലോ. ഓക്കെ, ഓർഡർ ഡെലിവേർഡ്. പോന്നാ അത്ര തന്നെ. സൂപ്പർ കേട്ടോ. ഇപ്പം കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 181 രൂപ 62 പൈസയാണ്. പോളി തള്ളാശ്ശേരി തന്നെ. ട്രിവാൻഡ്രം സിറ്റി കാണുന്നുണ്ടെങ്കിൽ നമ്മളെ വ്ളോഗിൽ വരണം. KLTN എല്ലാ സ്ട്രീറ്റും ഹൈവേ കാണണമെങ്കിൽ നമ്മളെ വ്ളോഗിൽ തന്നെ വരണം. അതിൻ്റെ ക്രെഡിറ്റ് നമുക്ക് തന്നെ അല്ലേ. നമുക്കെന്ന് പറയുമ്പോൾ LAPG ഗ്യാങ്ങിന് അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ടേ. വെയിറ്റ്. ഹോട്ടൽ പല്ലവ രാജധാനി, ഇഞ്ചക്കൽ ബൈപ്പാസാണ്. മണി ഇപ്പോൾ കറക്റ്റ് 1:50 ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നേരെ പോകേണ്ട രാജധാനിയിലാണ്. ഇവിടുന്ന് കറക്റ്റ് 2 കിലോമീറ്റർ ദൂരമുണ്ട്. രാജരാജ സോഴൻ എന്നയാളും കാതൽ ദേശം നീതാൻ. ചിലർക്ക് ക്രിഞ്ചാണെന്ന് എനിക്ക് അറിയാം, എന്നാലും ക്രിഞ്ച് ഉണ്ടെങ്കിലേ ലൈഫ് ഒരു ജോളി ആയിക്കോളും. ഇതാണ് രാജധാനി റെസ്റ്റോറൻറ്റ്. രാജധാനി ബാറും ഉണ്ട്, റെസ്റ്റോറൻറ്റും ഉണ്ട്. അവിടെയാണ്. ഓക്കെ, ഫുഡ് റെഡിയായി. ഇത് ഇവിടെയാണോ ഫുഡ്? 5842. ഓക്കെ. അങ്ങനെ 5ാമത്തെ ഓർഡർ പിക്കിട്. അപ്പോൾ ഓക്കെ, പോന്നാ. ഇപ്പോൾ ക്ഷീണമൊന്നുമില്ലല്ലോ സുധീഷേ? ഒരു ക്ഷീണമല്ല. അപ്പോൾ വണ്ടി കയറിക്കോ. പോട്ടാ, പോകാൻ കാണിച്ചില്ല. അതാണ്ടാ നമ്മളാ വിക്രം പടത്തിലെ കമലഹാസനെ പോലെ മാസ്ക് ഊരിയാണ്. പേരെന്താണ്? അരുൺ. ഓക്കെ, എവിടെ താമസിക്കുന്നത്? കൊല്ലത്ത്. ഇപ്പോൾ ഇവിടെ PG ആണോ വീടാ? PG തന്നെ. ഓക്കെ. വേറെ എന്തെങ്കിലും വർക്ക് പഠിക്കുന്നുണ്ടോ? സൂപ്പർ. ഇപ്പോൾ ജോലി എങ്ങനെ ഉണ്ട്? കൊള്ളാം. പോട്ടാ, കാണാം. ഇപ്പോൾ ലൈഫ് അടിച്ച് പൊളിക്കാം. പറ, ലൈഫ് ഇങ്ങനെ കാണിത്. ലൈഫ് അടിച്ച് പൊളിക്കണം. ഓക്കെ, ഇവിടെ ചില ആൾക്കാർ പരിചയപ്പെട്ടുണ്ട്. സൂപ്പർ കേട്ടോ. ഇപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഓരോ ആൾക്കാർ കാണുന്നത്. കാണുമ്പോൾ സന്തോഷം വേറെ ലെവലാണ്. പണ്ടൊക്കെ നമ്മളായിരുന്നു ആർക്കും അറിഞ്ഞുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് പേർക്ക് അറിയാം. ഇപ്പോൾ വന്ന് മിണ്ടുമ്പോഴൊക്കെ എന്ത് സന്തോഷം എന്ന് പറയാമോ? ഒരുപാട് സന്തോഷമുണ്ട്. ഇതല്ലേ നമ്മൾ ആഗ്രഹിച്ചത് അല്ലേ? കെട്ടിയല്ലോ സുധീഷ? സൂപ്പറല്ലേ? ഹാപ്പി. ഇപ്പോൾ എന്തോ ആക്സിഡൻറ്റാ? ഒപ്പോ ഇതെന്തോ വണ്ടി വീണ് കിടക്കണ്. എൻ്റെ അമ്മോ, വണ്ടി വളച്ചതായിരിക്കും കേട്ടോ. ഓടയ്ക്കകത്ത് വീണു. എൻ്റെ അമ്മോ, വണ്ടി വളച്ചതാ? പാർക്ക് ചെയ്തത്? അയ്യോ. അപ്പോൾ ഇങ്ങോട്ട് പാർക്ക് ചെയ്ത് നോക്കിയല്ലേ? ഇവിടെ ഓട കണ്ടില്ലായിരുന്നു. കുഴപ്പമൊന്നുമില്ല ആർക്കും? ഈ ഓടൊക്കെ അടച്ചു വെക്കാൻ സമയമായി. ഇത് അടച്ചു വെക്കണമെന്നില്ല ആരും. പിന്നെ സ്ഥിരം വീഴണല്ലേ ഇതിലെ? ഇപ്പൊ സ്ഥിരമുള്ള പരിപാടിയാണിത്. എന്റെ അമ്മ, അയ്യോ ഭാഗ്യം. ഇതൊരു എടുത്തു കാണും ഇങ്ങനെ. ഇതിലിറങ്ങാം, മറ്റേ അങ്ങനെയല്ല. എവിടെയുള്ള വണ്ടി ഇത്? KL01 ട്രിവാൻഡ്രം തന്നെ. വല്ലാത്തൊരു വീഴ്ചയായി പോയല്ലോ വീണത്. എല്ലാ ആഴ്ചയും ഓരോ വണ്ടി വീഴാണല്ലേ ഇപ്പം? ആളെവിടെ കൊണ്ടുപോയാ? ഇവിടെ ഉണ്ടാ? കുഴപ്പമൊന്നുമില്ലല്ലേ? കുഴപ്പമൊന്നുമില്ല, ആളൊക്കെയാണ്, സേഫാണ്.
അതിൽ സന്തോഷം എന്തായാലും. അപ്പോൾ ഒന്നും പറ്റാത്ത ഭാഗ്യം ആർക്കും. ചുമ്മാ ഈ സ്മാർട്ട് സിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാം ശരിയായിക്കൊണ്ടിരിക്കുന്നത്. ഈ ഓർഡറുകൾ അടച്ചു വെച്ചോടെ, ഈ വലിയ വലിയ ഓർഡറുകളൊക്കെ അടച്ചിട്ടുണ്ടെങ്കിൽ എത്രമാത്രം ആക്സിഡൻറ്റ് കുറഞ്ഞ് കിട്ടുമായിരുന്നു എന്ന് പറയുമ്പോൾ. ഇത് മേജർ ആക്സിഡൻ്റ് ആണ്, സത്യം പറഞ്ഞാൽ ആർക്കൊന്നും ആയില്ല. പക്ഷേ കഴിഞ്ഞ ആഴ്ച ആക്സിഡൻറ്റ് ആൾക്കാരൊക്കെ പറ്റിയെന്നാണ് പറയുന്നത്. ഇതൊന്നും ഗവൺമെൻറ് നോക്കില്ല, ഒന്നും കഷ്ടം തന്നെ കേട്ടോ. ഓരോ ആഴ്ചയും ഓരോ ആക്സിഡൻറ്റ് ഉണ്ടാവുകയാണ് കാറ്. എന്തായാലും കുഴപ്പമില്ല, ഇൻഷുറൻസ് ഉണ്ടല്ലോ, അതുകൊണ്ട് വണ്ടിയുടെ ഡാമേജ് ഒക്കെ ശരിയായിക്കോളും. പിന്നെ ആർക്കൊന്നും പറ്റിയില്ല, അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. അത്ര തന്നെ, അത് മാത്രം മതി. ഓക്കെ, പോകുന്ന വേറെ വിഷയമൊന്നുമില്ല, എല്ലാം ഓക്കെയാണ്. നല്ല വൈബിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്, ആർക്കൊന്നും പറ്റിയിട്ടില്ല. ഓക്കെ സുധീഷേ, ഹാപ്പി ആണല്ലോ? ഹാപ്പി. ഒരു കാർ നമ്മളെ ഈ നഷ്ടപ്പെടുന്ന വേദന എനിക്ക് നല്ല അറിയാം. അതാണ് ഇത്ര ഫീലാണ് എനിക്ക് കണ്ടപ്പോൾ. കാരണം എൻ്റെ കാർ ഒരിക്കൽ വഴിയിലായി, ആ കാർ കൊടുക്കേണ്ടി വന്ന്, കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഇനി ആ കാർ പണി ചെയ്ത് ഓടാൻ താല്പര്യമില്ല. കാരണം കുറേ പണി ചെയ്ത് ഇനി കുറേ പൈസ ചിലവായിക്കൊണ്ടിരിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇനി പുതിയ കാർ എടുത്തേക്കാണ് ഐഡിയ ചെയ്ത്. അതുകൊണ്ട് ആ കാർ അവിടെ വെച്ച് ഒരാൾ കൊടുത്തിട്ടുണ്ട്, മാമൻ്റെ കെയർ ഓഫിൽ. വേറെ വിഷയമൊന്നുമില്ല, ഓക്കെയാണ്. ഓക്കെ, നമ്മളിങ്ങനെ പരുത്തിക്കുഴി ജംഗ്ഷൻ എത്തിയിട്ടുണ്ട്. ഇവിടെ ലെഫ്റ്റിലാണ് പോകേണ്ടത്. നേരെ പോയാൽ കല്ലാണ്ടുമുക്ക് അമ്പലത്ര. റോഡിലൊക്കെ ഓടിക്കാൻ സൂക്ഷിച്ച് ഓടിക്കണം. എവിടെയാണ് വലിയ ഓടെന്ന് പറയാൻ പറ്റില്ല. അത് കാറിൽ പോകണമെങ്കിൽ ഭയങ്കര സൂക്ഷിക്കണം. വലിയ കാർ ഓടിക്കുമ്പോഴേ അതിൻ്റെ ഫ്രണ്ടൊന്നും കാണാൻ പറ്റില്ല കറക്റ്റായിട്ടൊന്നും. ഇത്രയും വലിയ ഓടാക്കി തുറന്നു വയ്ക്കണത് എന്തോ വലിയ തെറ്റെന്ന് അറിയാമോ? അന്യൻ സിനിമയിൽ പറയും പോലെ കുറേ കാര്യങ്ങൾ മാറാറുണ്ട് നമ്മുടെ നാട്ടിലല്ലേ. ലെഫ്റ്റ് പോയ കല്ലാട്ടുപൂ കമലേശ്വരം മണക്കാട്, റൈറ്റ് പോയ പഴഞ്ചിറ ക്ഷേത്രം, പരവംകുന്ന് അമ്പലത്തറ. നമ്മൾ പോകേണ്ടത് റൈറ്റിലേ പോകേണ്ടത്. ഒരു മിനിറ്റ് മാപ്പ് നോക്കിട്ട് നേരെ പോയാൽ മതി. ഇവിടെ അമ്പലത്തറ പോവാം, ഇത് കുറേ കറങ്ങിപ്പോവും. നമുക്ക് അതുകൊണ്ട് നേരെ തന്നെ പോവാം. നമ്മളങ്ങനെ അമ്പലത്തറ എത്തിയിട്ടുണ്ട്. ഇവിടെ ലെഫ്റ്റിലാണ് പോകേണ്ടത്. നാഷണൽ കോളേജ് നഗർ. നമ്മൾ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഇവിടെ ഏതോ വീട്ടിലാണ് വരുന്നത്. ഓക്കെ, ഇവിടെയാണ് ലൊക്കേഷൻ കേട്ടോ. ഈ ഫ്ലാറ്റിലാണ്. ഇതാണോ? ഇതായിരിക്കും. ലോക്കാണോ? ഇവിടെ എങ്ങനെ കയറണത്? ലോക്കാണത്. ഓ, ഇങ്ങനെയാണോ? ഓക്കെ, സ്ലൈഡിങ് ആണ്. ഇവിടെയാണോ? ഓക്കെ. ക്യാഷാണോ? 394. നോക്കട്ടെ ചില്ലറ ഉണ്ടാകുന്ന 100. ഒരു മിനിറ്റ്, 6 രൂപ നോട്ടെ. കുഴപ്പമില്ല, ഓക്കെ ശരി. ബാക്കി 6 രൂപ വേണ്ടെന്ന് പറഞ്ഞ്. ഓക്കെ, 500 തന്നു. 394. കളക്ട് ക്യാഷ്, ഓർഡർ ഡെലിവേർഡ്. സ്ലൈഡിങ് ആയിരുന്നു. ഇവിടെ ഒരു ബോർഡ് വയ്ക്കണം, സ്ലൈഡിങ് ആണെന്നുള്ള കാര്യം. ആരെങ്കിലും തുറന്ന് പൊടിച്ചു കഴിഞ്ഞാൽ. ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 52 രൂപ 40 പൈസയാണ്. അപ്പോൾ നേരെ പോകാം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലം അമ്പലത്തറയിൽ. നേരെ മണക്കാട് പോകാം. മണക്കാട് പോയി അടുത്ത ഓർഡർ അടിച്ച് ഇങ്ങോട്ടെങ്കിലും പോകാം. കറക്റ്റാക്കി നിൽക്കണം അല്ലേ? മണി ഇപ്പോൾ കറക്റ്റ് 2:15 മണിയായിട്ടുണ്ട്. ഇനി 3/4 മണിക്കൂർ സമയമുണ്ട്. ഈ 3/4 മണിക്കൂറിലൊരു 2-3 ഓർഡർ അടിക്കുമായിരിക്കും. അത് നോക്കാം. അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്, കുമാർ കഫേ. ചെറിയ ഓർഡർ, കുഴപ്പമില്ല. ഇത്ര അടിച്ച ഓർഡറൊക്കെ വലുതല്ലേ, ഇപ്പോൾ ചെറുതിരിക്കട്ടെ. ഓക്കെ, പോകാം. പിന്നെ സൗണ്ട് കേൾക്കണം, സും എന്നൊക്കെ. അടുത്ത ഓർഡർ അടിച്ചാൽ 2 മൾട്ടി പിക്കപ്പാ, സൂപ്പർ. ഓ, ഡബിൾ ഓർഡർ, 2 ചെറിയ ഓർഡർ തന്നെ. മണി ഇപ്പോൾ കറക്റ്റ് 2:30 മണി ആയിട്ടുണ്ട്. മിക്കവാറും ഇതായിരിക്കും ലാസ്റ്റ് ഓർഡർ എന്ന് തോന്നുന്നു. നോക്കാം. നമ്മളങ്ങനെ കിള്ളിപ്പാലം ബൈപ്പാസിൽ കയറിയിട്ടുണ്ട്. ഇവിടുത്തെ റോഡൊക്കെ ഓൾമോസ്റ്റ് ശരി. എന്തോന്ന് പൈപ്പ് ഇങ്ങനെ കിടക്കണത്, എന്തിരി കാണിക്കുന്നത്. ഓക്കെ, ഇവിടുത്തെ റോഡൊക്കെ ഓൾമോസ്റ്റ് ശരിയായിട്ടുണ്ട്. അപ്പോൾ സ്മാർട്ട് സിറ്റി വർക്ക് കഴിഞ്ഞു ഇവിടെ ഏകദേശം. ഇനി കുറച്ച് ഫിനിഷിംഗ് വർക്ക് ബാക്കിയുണ്ട്, അതുകൊണ്ട് കഴിഞ്ഞ് സൂപ്പറായി. റീച്ച് ലൊക്കേഷൻ റെഡിയായ ഓർഡർ ബാപ്പ എടുക്കാം. കമൺ ക്വിക്ക്. ഹായ്. ഓക്കെ, മൾട്ടി പിക്കപ്പ് 2 ഓർഡർ പിക്ക് ചെയ്തിട്ടുണ്ട്. പിക്കഡ് കോഡ് ഓടാ റെഡി ആയില്ലേ? വെയിറ്റിംഗ് ആണ്, സമയം എടുക്കൂലേ? ആയില്ലേ, സമയം എടുക്കൂലേ? ഓടാ. ഓക്കെ ശരി. ഓക്കെ, പോന്നാ. കമൺ. കൈ പൊള്ളണം, ചൂടായിരിക്കണമല്ലോ, തിളക്കണ ഓർഡറാണെന്ന് തോന്നട്ടാ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോകേണ്ട ലൊക്കേഷൻ തക്കേടാണ്. ഇവിടുന്ന് 1.1 കിലോമീറ്റർ ദൂരമുണ്ട്. കൊണ്ടുപോകുന്നതിൻ്റെ ഫിഷ് പൊതിച്ചോറാണ്. മണി ഇപ്പോൾ കറക്റ്റ് 2:50 ആയിട്ടുണ്ട്. ഇനി 10 മിനിറ്റ് സമയമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ലാസ്റ്റ് 2 ഓർഡർ. ഈ ഓർഡർ കൊടുത്ത് നേരെ വീട്ടിൽ പോകാം. ഇപ്പോൾ ഗോപ്രോയിൽ ചാർജ് ചെയ്യാറായി, ഇപ്പോൾ ഓഫ് ആവും. ഓക്കെ, നമ്മൾ വീട്ടിൽ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഗോപ്രോ ചാർജിന് ഓഫ് ആയിട്ടുണ്ട്. ബാക്കി 2 ഓർഡർ കൊടുത്തിട്ടുണ്ട് ലാസ്റ്റ്. പിന്നെ അപ്പോൾ ചോറ് കഴിച്ചപ്പോഴാണ് ആലോചിച്ചത് വീഡിയോ എൻ്റെ മറന്നു എന്നുള്ള കാര്യം. അതുകൊണ്ട് വീഡിയോ എൻ്റെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ഫുഡെന്ന് പറഞ്ഞത് തീയൽ, പിന്നെ മോരും ചോറും, പിന്നെ തോരൻ, ചീനരയ്ക്ക, ക്യാരറ്റ്, വേറെന്ത് വാഴയ്ക്ക എല്ലാം കൂടെ ചേർത്ത് തോരനാണ്. പിന്നെ പപ്പടവും. അപ്പോൾ ഇതൊക്കെയാണ് ഫുഡും കാര്യങ്ങളൊക്കെ. അപ്പോൾ കഴിച്ചിട്ട് എൻ്റെ ചെയ്യാം. അപ്പോൾ തീയൽ ഒഴിച്ചിട്ടുണ്ട്. തീയലിൻ്റെ കൂടെ ചോറ് വിരവി മോരൊക്കെ ഇട്ട് തോരനൊക്കെ വെച്ച് ഭൂതം. ഭൂതം വേണോ? അയൺമാൻ ശരി തന്നെ. ഓ, അയൺമാൻ. അയ്യോ, അയൺമാൻ്റെ മോൻ കാണിച്ചു. കിച്ചു കാണിക്ക്. ഫോട്ടോ കിച്ചു വൈശൂട്ടി കളിക്കട്ട്. കിച്ചു അയൺമാൻ ആവട്ടെ. അപ്പോ പേടിയാവണം. ഞാനുണ്ട്, സൂപ്പറല്ലേ? കാര്യങ്ങളൊക്കെ എന്റെയാ. വാ പറ.
സാലി വാ. ഓരോ നിമിഷവും ലൈഫ് അടിച്ചു കൊള്ളണം. കാരണം ഒറ്റ ലൈഫേ ഉള്ളൂ. ലൈഫ് അടിച്ചു കൊള്ളണം guys. Come on guys. വാ, വാ. വീഡിയോ റെക്കോർഡ് ആയില്ല അയ്യോ റെക്കോർഡ് ആയില്ല വീഡിയോ ആ റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കുന്നേ പറ്റിച്ചേ ഏപ്രിൽ ഫൂൾ ഇന്ന് ഏപ്രിൽ ഫൂൾ സെപ്റ്റംബർ ഫൂളാണ് സെപ്റ്റംബർ മാസം ശരി ചാച്ചാ ബൈ ബൈ